നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിലെ തുടർ തോൽവികൾക്ക് ശേഷം ആശ്വാസ ജയം നേടിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. ലക്നൗ സൂപ്പർ ജയൻസിനെ അവരുടെ തട്ടകത്തിൽ 5 വിക്കറ്റിനാണ് CSK പരാജയപ്പെടുത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൗ 7 വിക്കറ്റിന് 166 റൺസ് എടുത്തപ്പോൾ 3 പന്തും 5 വിക്കറ്റും ബാക്കിയാക്കി CSK ജയിക്കുകയായിരുന്നു. നായകൻ MS ധോണിയുടെ സൂപ്പർ ഫിനിഷിംഗ് ആണ് CSKക്ക് ത്രില്ലിംഗ് ജയം ഒരുക്കിയത്. ജയത്തോടെ പോയിന്റ് പട്ടികയിൽ തലപ്പത്തേക്ക് എത്താമെന്ന് കരുതിയ ഋഷഭിനെയും സംഘത്തെയും CSK പിന്നോട്ടിറക്കിയിരിക്കുകയാണ്. CSKയുടെ ബാറ്റിംഗ് നിര അല്പം മെച്ചപ്പെട്ടതാണ് ടീമിന് വിജയത്തിലേക്ക് എത്താൻ കരുത്തായത്. എന്നാൽ മത്സരത്തിൽ CSK ജയിച്ചതിന് പിന്നാലെ ലക്നൗ നായകൻ ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിക്കെതിരെ വിമർശനം ശക്തമാവുകയാണ്. CSKയെ ജയിപ്പിക്കാൻ ഋഷഭ് കൂട്ടുനിന്നെന്നാണ് ആരാധകർ ആരോപിക്കുന്നത്. അവസാന സമയത്ത് ഋഷഭ് നേടിയ ചില മണ്ടൻ നീക്കങ്ങളാണ് വിമർശനത്തിന് കാരണമായിരിക്കുന്നത്. CSKയെ വിജയത്തിലേക്ക് എത്താൻ സഹായിച്ച ഋഷഭിന്റെ തെറ്റായ തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്ന് ഈ ഒരു ഘട്ടത്തിൽ നോക്കാം. ലക്നൌവിന്റെ പിച്ചിൽ സ്പിന്നർമാർക്ക് നല്ല മുൻതൂക്കമുണ്ടായിരുന്നു. ലക്നൌവിന്റെ ബാറ്റിംഗിൽ നിന്ന് തന്നെ ഇത് വ്യക്തവുമായിരുന്നു. എന്നാൽ ധോണി ബാറ്റ് ചെയ്യാനെത്തിയപ്പോൾ ഋഷഭ് പന്ത് സ്പിന്നിനെ ഉപയോഗിച്ചില്ല. ഇതിനെതിരെയാണ് വിമർശനം ഉയരുന്നത്. രവി ബിഷ്ണോയിക്ക് 1 ഓവർ ബാക്കിയുണ്ടായിരുന്നു. 3 ഓവർ പന്തിറങ്ങിയ 18 റൺസിന് 2 വിക്കറ്റാണ് ബിഷ്ണോയി നേടിയത്. അതുകൊണ്ട് തന്നെ 4ാം ഓവർ കൂടി താരത്തിന് നൽകണമായിരുന്നു. എന്നാൽ ഇതുണ്ടായില്ല. ഋഷഭ് ധോണിക്കെതിരെ പേസ് കരുത്തിൽ വിശ്വസിച്ചു. ആവേശ് ഖാനെയും ഷാർദുൽ ഠാക്കൂറിനെയുമാണ് ഋഷഭ് പന്തേൽപ്പിച്ചത്. രണ്ടുപേരും നന്നായി തല്ലും വാങ്ങി. ഷാർദുൽ ഏറെക്കാലം CSKയുടെ ഭാഗമായിട്ടുള്ള പേസറാണ്. അതുകൊണ്ട് തന്നെ താരത്തിന്റെ ബൗളിംഗ് ധോണിക്ക് നന്നായി അറിയാം. ഷാർദുലിന്റെ സ്ലോ ഫുൾ ടോസും നക്കിൾ ബോളും എല്ലാം ധോണിക്ക് നന്നായി മനസ്സിലാക്കാനും സാധിച്ചു. ഇത് ബാറ്റിങ്ങിനെ കൂടുതൽ എളുപ്പമാക്കി മാറ്റി. ധോണിയുടെ ക്യാച്ച് രവി ബിഷ്ണോയി പാഴാക്കിയിരുന്നു. ഈ ക്യാച്ച് എടുത്തിരുന്നെങ്കിലും CSK ജയിക്കാനായിരുന്നു കൂടുതൽ സാധ്യത. ധോണിയെ ഋഷഭ് സഹായിക്കുന്ന നീക്കമാണ് നടത്തിയതെന്നും ഗുരുവിനോട് നന്ദി കാട്ടിയെന്നുമൊക്കെയായിരുന്നു ആരാധകർ കമന്റിലൂടെയെല്ലാം വിമർശിക്കുന്നത്. ഋഷഭ് CSKയിൽ എത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നും അതിന്റെ നന്ദി കാട്ടിയതാണെന്നുമാണ് ആരാധകർ പരിഹസിക്കുന്നത്. MS ധോണിക്ക് പഴയതുപോലെ അനായാസമായി മെയ്വഴക്കത്തോടെ കളിക്കാനാകുന്നില്ല. പ്രായം അദ്ദേഹത്തെ തളർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പിച്ചിൽ ടേണുള്ളപ്പോൾ സ്പിന്നറെ ധോണിക്കെതിരെ ഉപയോഗിക്കുന്നത് മികച്ച നീക്കമായിരുന്നു. എന്നാൽ ഋഷഭ് പന്ത് ഇതിന് തയ്യാറാകാതിരുന്നത് മത്സരഫലത്തെ സാരമായി ബാധിച്ചു എന്ന് പറയാം. ഷാർദുൽ ഠാക്കൂർ 4 ഓവറിൽ 56 റൺസാണ് വിട്ടുകൊടുത്തത്. ഷാർദുലിന്റെ ഫുൾ ടോസുകളെല്ലാം ധോണി അനായാസം അതിർത്തി കടത്തി. ആവേശ് ഖാൻ 3.3 ഓവറിൽ 32 റൺസ് വിട്ടുകൊടുത്തു. ഷാർദുൽ ഠാക്കൂർ മുൻ CSK താരമായതിനാൽ താരത്തിന്റെ ബൗളിംഗ് തന്ത്രങ്ങൾ അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഷാർദുലിനെ കുറച്ചുപയോഗിച്ച് ബിഷ്ണോയ്ക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതായിരുന്നു നല്ലതെന്നും പറയപ്പെടുന്നുണ്ട്. മത്സരത്തിന് ശേഷം ധോണി ഋഷഭ് പന്തിന്റെ തോളിൽ തട്ടി സംസാരിച്ചിരുന്നു. നിരാശയോടെ നിൽക്കുന്ന ഋഷഭിനെയാണ് കാണാനായെങ്കിലും CSKയെ ജയിപ്പിക്കാൻ ഋഷഭിന്റെ മോശം തീരുമാനങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ആരാധകരുടെ വിമർശനം.